ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെസഹ വ്യാഴാഴ്ചയല്ലേ, നമുക്ക് പെസഹാപാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. 2-ാം പാലും വേണം, 1-ാം പാലും വേണം. പിന്നെ അരി വറുത്ത് പൊടിച്ചതും വേണം. ചോറ് വെക്കുന്ന അരി വറുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സാധാ അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ശർക്കരപ്പാനി വേണം. പിന്നെ കുറച്ച് ചുക്കും ജീരകവും കൂടെ പൊടിച്ചതും വേണം. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ടൊരു പാൻ എടുക്കാം. അതിലേക്ക് അരിപ്പൊടി ചേർക്കുക. 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാലും അരിപ്പൊടിയും കൂടെ നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് ചേർക്കുന്നത്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്തിരിക്കുന്ന അരിപ്പൊടി തേങ്ങാപ്പാലിലും ശർക്കരപ്പാനിയിലും കിടന്ന് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാൻ പാടില്ല. തീ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഈ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർക്കാം. 1-ാം പാല് ചേർക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ചുക്കും ജീരകവും കൂടിയുള്ള മിക്സ് 1/2 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1-ാം പാല് നമ്മുടെ ആവശ്യാനുസരണം കുറേശ്ശെ വീതം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. 1-ാം പാൽ ഒഴിച്ച ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോഴേക്കും തീ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പെസഹാപാൽ റെഡിയായി. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.